പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുഖവും ശുഭവുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനം 121 വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കുടുംബത്തിൽ ദോഷങ്ങൾ സംഭവിക്കുന്നു, വ്യക്തികളിൽ ദോഷങ്ങൾ സംഭവിക്കുന്നു എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ അപേക്ഷിച്ചിടത്തോളം, ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അതെ പ്രിയപ്പെട്ടവരെ, നിനക്കെതിരെ ശത്രു ഒരുക്കിയ പതിയിരിപ്പുകൾ, ശത്രു നിനക്ക് നേരെ തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ, അതെ ഈ ലോകപ്രകാരം പൈശാചിക മണ്ഡലത്തെ കൂട്ടുപിടിച്ച് നിന്റെ പ്രാണനെതിരെ ഒരുക്കിയ കെണികൾ, കുരുക്കുകൾ ഇന്നു പകൽ ദൈവാത്മാ പറയുന്നു, ആമേൻ, അവ നിന്നെ ഏശാതെ വണ്ണം, അവ നിന്നെ തൊടാതെ വണ്ണം അവൻ നിന്നെ പരിപാലിക്കും. ഏതെങ്കിലും രീതിയിലുള്ള കെണികൾ നിന്റെ പ്രാണനെതിരെയോ, നിന്റെ ജീവനെതിരെയോ, നിന്റെ ആത്മാവിനെതിരെയോ, നിന്റെ ശരീരത്തിനെതിരെയോ അവൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നീ ധൈര്യമായിരിക്കുക. ആമേൻ. നിനക്ക് ചുറ്റും ഇറങ്ങുന്ന ആയിരം സൈന്യത്തെ നീ ഭയപ്പെടേണ്ടതില്ല. കാരണം അവൻ നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. കാരണം നീ അവൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവനാണ്, മുദ്രയിടപ്പെട്ടവളാണ്, മുദ്രയിടപ്പെട്ട വ്യക്തിയാണ്. ഏതിനാൽ? യേശുവിൻ്റെ രക്തത്താൽ. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ധൈര്യമായിരിക്കുക. കാരണം യഹോവയാകുന്ന ദൈവം യേശുവിൻ്റെ രക്തത്താൽ, പരിശുദ്ധാത്മാവിനാൽ അവൻ നിന്നെ മുദ്രയിട്ടിരിക്കുന്നുണ്ട്. നീ ഭയപ്പെടേണ്ടതില്ല. ധൈര്യമായി യാത്ര ചെയ്യുക. അനർത്ഥം വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ നടുവിൽ, അനർത്ഥം വന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ നീ ജീവനോടെ നടക്കും, ജീവനോടിരിക്കും. നിനക്ക് ഒന്നും പേടിപ്പാൻ ഇല്ലല്ലോ. ധൈര്യമായിരിക്കുക. God bless you in Jesus' name. Amen.